ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്റ്റോറിയിലേക്ക് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് വന്നു കേട്ടോ. ആനി ചേച്ചി എന്ന കഥയുടെ ഒരു അടുത്ത പാട്ടും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഒരു ബാക്കിയായിട്ട് ഞാൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പാട്ട് ഞാനിവിടെ പറയുന്നുണ്ടായിരിക്കും. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. കഥയിലെ കഥാപാത്രങ്ങൾ നന്ദനും ആനി ചേച്ചിയും പിന്നെ ജോർജേട്ടനും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാനെന്ന് പറയുന്നത് നന്ദന്റെ ശബ്ദത്തിലാണ്. അപ്പം എല്ലാവരും കേട്ടിരിക്കാം. കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ കഥയിലേക്ക് പോകല്ലേ. രാവിലെ മുറ്റത്തെ മൂവാണ്ടൻ മാവിന്ന് ചെറിയൊരു മാങ്ങ വീണു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്നു. ആദ്യം എടുത്തിട്ട് ഒരൊറ്റ കടി. ആ സമയത്താണ് ആന ചേച്ചി അവിടെ നിന്ന് മുറ്റമടിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ ഈ മാങ്ങ കടിച്ചുകൊണ്ട് കൈപൊക്കി കാണിച്ചു. പെട്ടെന്ന് ആന ചേച്ചി എന്നെയും കൈപൊക്കി കാണിച്ചു. ആ സമയത്ത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് മാങ്ങ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു. വേറെ ഉണ്ടോ എന്നിങ്ങനെ ആന ചേച്ചി ട്രിക്കിലിരുന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു മാങ്ങയും കൂടെ ആ മാവിക്കറിയും പറിച്ചു. അത് സ്വല്പം വിളഞ്ഞ് നല്ല പഴുത്ത് മുക്കാറായ ആ ഒരു മാങ്ങയായിരുന്നു. ഞാനത് പറിച്ചെടുത്തോണ്ട് നേരെ ആനച്ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനച്ചേച്ചിയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. രാവിലെ തന്നെ മാങ്ങ കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷം. ഇവിടെ പണ്ട് മുതലാണെന്നുണ്ടെങ്കിൽ മാങ്ങ ആർക്കും അങ്ങനെ കൊടുക്കാറൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ കയറി പറിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. ആർക്കും അങ്ങനെ കൊടുക്കാത്തൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് തന്നെ അത് പിച്ചിക്കൊണ്ട് ആനച്ചിച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആനച്ചിച്ചി ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ മാവിന് ചെറിയ മധുരമൊന്നുമല്ല. മാങ്ങ വീണുന്ന സമയത്ത് തേൻ മധുരം പോലാണ്. ഒരു നാവിൽ നിന്നും തേൻ എടുക്കുന്ന ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ അത് കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു നല്ല ഫീലും കാര്യങ്ങളാണ്. പിന്നെ ഇവിടുത്തെ പച്ചമാങ്ങ പറയാൻ വേണ്ടില്ല. ഉപ്പും കൂടി കഴിച്ചു കഴിഞ്ഞാൽ സ്വർഗം പോലെ. വായിൽ കപ്പലോടുന്ന ഒരു ടേസ്റ്റാണ്. അത് തന്നെയാണ് ആനി ചേച്ചിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ മെല്ലെ മെല്ലെ അങ്ങോട്ട് നടന്നു. ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കി. അമ്മ ആരുമില്ല എന്ന് തന്നെ ആനി ചേച്ചി ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആനി ചേച്ചിയോട് തന്നെ പറഞ്ഞു, ദേ കുറച്ച് മാങ്ങയുണ്ട്, ഞാനവിടെ നിന്ന് പിച്ചിയതാണ്, ചേച്ചിക്കായിട്ട് കൊണ്ടുവന്നതാ, എന്തേ എടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞു, എടുക്ക്, നീ കൊണ്ടുവന്നല്ലേ, ഞാൻ കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് കൊണ്ടുണ്ടെന്ന് പറയാലോ എന്ന് തന്നെ ആനി ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. കൊള്ളാടാ, സ്വർഗം തന്നെ, നല്ല മധുരം ഉണ്ടല്ലോ. വല്ലാത്ത ഫീലാടാ ഇവിടുത്തെ മാങ്ങയ്ക്ക്. പണ്ടൊരെണ്ണം കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ നിങ്ങളുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു, അവരാർക്കും മാങ്ങയൊന്നും കൊടുക്കത്തില്ലായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കോളേജ് ലൈഫോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോഴൊക്കെ നിന്റെ അടുത്ത് മിണ്ടാനും പോലും പറ്റത്തില്ലായിരുന്നല്ലോ. പിന്നെ ജോർജ് ചേട്ടന്റെ കാര്യം അന്നും പറയണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ നിന്ന് കുശലം പറയുന്ന സമയത്തായിരുന്നു ജോർജ് ചേട്ടൻ അവിടേക്ക് ഇറങ്ങി വന്നത്. പെട്ടെന്ന് എന്നെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ജോർജ് ചേട്ടൻ അവിടെ നിന്ന് ചോദിച്ചു, എടാ പ്ലംബിങ് പണിയെല്ലാം കഴിഞ്ഞായിരുന്നു നിന്റെ? ഞാൻ പറഞ്ഞു, ആ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു അഹങ്കാരത്തോടെ ഞാൻ കാണിക്കുന്ന സമയത്ത് ജോർജ് ചേട്ടന് അത് ഇഷ്ടപ്പെട്ടില്ല. ആളാണെന്നുണ്ടെങ്കിൽ കിടന്നൊരു ഉറക്കം മാത്രമാണ്. പിന്നെ കഷ്ടപ്പെടുന്നത് മൊത്തം ഞാനും അനുചേച്ചിയും മാത്രമായിരിക്കും. അത് തന്നെയാണ് ജോർജ് ചേട്ടന്റെ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി. ആ സമയത്ത് ഞാനൊന്നും പറയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജോർജ് ചേട്ടൻ എന്തൊക്കെയാ ഇങ്ങനെ കുൻസ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജോർജ് ചേട്ടൻ എന്നെ നോക്കിയിട്ട് ഒന്ന് കലിപ്പിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ കട്ടിലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, കാല് ശരിയാവുന്നില്ല, അതൊന്ന് ശരിയാക്കി വെച്ചിട്ട് പോന്നി. പിന്നെ കാശ് എന്താന്ന് വെച്ചാൽ ആനയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, നീ വലിയ പോസൊന്നും കാണിക്കണ്ട കേട്ടല്ലോ എന്ന് തന്നെ പറഞ്ഞു. ആ സമയത്ത് അങ്ങേർക്കും അറിയായിരുന്നു എനിക്ക് ബാംഗ്ലൂരിലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെന്ന്. ആ എന്തേലും ആവട്ടെ, കാശ് കിട്ടുന്ന പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയത്. ആ സമയത്ത് ഞാൻ ആനി ചേച്ചിയും നോക്കി. ആനി ചേച്ചി അവരുടെ മാത്രം കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങാറില്ല. ഞാൻ പെട്ടെന്ന് ആനി ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, എന്താ പ്രശ്നം? പെട്ടെന്ന് ആനി ചേച്ചി പറഞ്ഞു, അത് മറ്റൊന്നുമില്ലടാ, കാല് ചെറുതായിട്ടൊരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ലൂസായെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ആനി ചേച്ചിയെ ഒന്ന് നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനി ചേച്ചി പറഞ്ഞു, നീ ചെയ്യണമെന്നില്ല, അങ്ങേര് ഇങ്ങനെയൊക്കെ പറയും. പെട്ടെന്ന് ഞാൻ ആനി ചേച്ചിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, അങ്ങേര് പറഞ്ഞുകൊണ്ടല്ല, ചേച്ചിക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിസരത്ത് പോലും വരത്തില്ലായിരുന്നു. അത് പറയുമ്പോൾ ആനി ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ശരീരത്തൊന്ന് തടവി. എനിക്കറിയാം നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാണെന്ന്.
പിന്നെ അയാളെന്നെ കാര്യാക്കണ്ട. പിന്നെ ആളെ കൊണ്ട് വലിയ പ്രയോജന കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പോകുന്നു ഞങ്ങളുടെ ജീവിതമൊക്കെ. അത് പിന്നെ അങ്ങനെ കണ്ടാൽ മതി. നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നിസ്സഹായതോടെ അവിടേക്ക് നടന്നു. അപ്പൊ തന്നെ ഞാൻ അമ്മയെ നോക്കി. അമ്മയോടെങ്കിലും ഇല്ലായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. അമ്മയുണ്ടെങ്കിൽ പിന്നെ അവിടെ എപ്പോഴും പോകുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. എന്തൊക്കെയായാലും ആനച്ചേച്ചി വിളിച്ചല്ലേ, അങ്ങോട്ട് ചെന്നാളെ. ചെന്ന സമയത്ത് തന്നെ ആനച്ചേച്ചി ആ റൂമിലും അങ്ങോട്ട് കയറി. ഇവിടെയാണ് പ്രശ്നങ്ങളൊക്കെ. ഇവിടെ ഈ ഒരു കട്ടിലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റെഡിയാക്കാനാണ് അങ്ങേര് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ആനച്ചേച്ചിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു ആട്ടം വരാൻ കാരണം? നല്ലൊരു കട്ടിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആനച്ചേച്ചി എന്നെ പറഞ്ഞു, അങ്ങേരാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മോന്തയ്ക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒറ്റ ചാട്ടമായിരിക്കും. അപ്പൊ തന്നെ ഇതെല്ലാം ഒടിഞ്ഞു വീഴാറായിക്കണം. അതാണ് അവസ്ഥ എന്ന് ആൻചേച്ചി എന്നെ പറഞ്ഞു. ഞാൻ ആ ഒരു നിസ്സഹായതയോടെ തന്നെ ആൻചേച്ചിയെ നോക്കി. എന്തൊരവസ്ഥയാണ് ആൻചേച്ചിയുടെ എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആൻചേച്ചിക്കും അത് തന്നെ മനസ്സിലായി. പെട്ടെന്ന് ആൻചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണ്ട കുട്ടി, ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ഞാൻ ആൻചേച്ചിയെ പിടിച്ചു നിർത്തി. കുഴപ്പമില്ല, എപ്പോഴും എനിക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ എടുത്തു തരുന്നില്ലേ, ഇനിയിപ്പോൾ ഇച്ചിരി നേരം ഇരിക്കേ, നമുക്ക് ഇച്ചിരി നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം എന്ന് പറയുന്ന സമയത്ത് തന്നെ ആൻചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. മറ്റൊന്നും വരുന്നില്ല. ഞാനങ്ങനെ എപ്പോഴും ആനച്ചേച്ചി തന്നെയാണ് എന്നെ അവിടെ പിടിച്ചിരുത്താറ്. ഇന്ന് ആദ്യമായിട്ടായിരുന്നു ആനച്ചേച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് ഞാനവിടെ പിടിച്ചിരുത്തുന്നത്. അപ്പൊ തന്നെ ആനച്ചേച്ചിക്ക് ഓരോ കാര്യങ്ങളും നല്ല ഒരു എക്സ്പീരിയൻസ് ആയതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. എന്നോട് സംസാരിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ശരി തന്നെ എന്തോ ഒരു മാറ്റം വന്നതുപോലെ ഒരു പ്രതീതി. ഞാൻ ആ കട്ടില് ഒരുവിധം ശരിയാക്കി വെച്ചു. ചെറിയൊരു ലൂസ് പോയതായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ച് അതൊന്ന് മുറുക്കിയെടുത്തു. ശേഷം ഞാൻ ആ കട്ടിലേക്ക് കയറിയതിനു ശേഷം ഒന്ന് നോക്കി. അപ്പോൾ ആട്ടം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ശേഷം ഞാൻ ഇറങ്ങിയതിനു ശേഷം വീണ്ടും അതിങ്ങനെ നോക്കിയിട്ട് നന്നായിട്ട് മുറുക്കാൻ നോക്കി. ആ സമയത്ത് ആനച്ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനത് നന്നായിട്ട് മുറുക്കിയതിനു ശേഷം ആനച്ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, നേരെ ആ കട്ടിലോട്ട് കയറി കിടന്ന് ഇത് അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനച്ചേച്ചി ആദ്യം ഒന്ന് ഇരുന്നു. ശേഷം ഒന്ന് ആടുന്ന കണക്ക് ഒന്ന് ആഞ്ഞു. പക്ഷേ അതിൻ്റെ നല്ല പോലെ തന്നെ മുറുക്കിയത് കൊണ്ട് അത് ആടുന്നില്ലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആനച്ചേച്ചി എടുത്ത് പറഞ്ഞു, ഇരിക്കണ്ട, ഒന്ന് കിടന്നു നോക്ക്, ആടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തന്നെ ആനച്ചേച്ചി അലേക്ക് കയറി കിടന്നു. ശേഷം ഞാൻ പറഞ്ഞു, ഒന്ന് അനങ്ങി നോക്കിയേ. അപ്പൊ തന്നെ ആനച്ചേച്ചി ഞാൻ പറയുന്ന രീതിയിലെല്ലാം ഒന്ന് അനങ്ങുകയും എണീക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ ഒരു കട്ടിൽ ആടുന്നൊന്നും ഇല്ലായിരുന്നു. ആ നിമിഷം ആനച്ചേച്ചി പറഞ്ഞു, എടാ നീയും കൂടെ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തന്നെ ഞാൻ ആ കട്ടിലേക്ക് ഒന്നിരുന്നു. ആ സമയത്ത് ഞാൻ ആ കട്ടിലിന്റെ ആണിലേക്ക് നോക്കുന്ന സമയത്ത് അത് ആടുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ ഒന്ന് അനങ്ങുന്ന സമയത്ത് ചെറിയൊരാട്ടം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ചേച്ചി കുറച്ചുകൂടെ മുറുകാനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആ നീ നന്നായിട്ടൊന്ന് നോക്കട്ടോ എന്ന് പറഞ്ഞ ശേഷം ആനച്ചേച്ചി പറയുമ്പോൾ ഞാനത് നോക്കുന്നുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങേര് വന്നിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ആനച്ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആനച്ചേച്ചിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനും അത് ടെസ്റ്റ് ചെയ്ത് നോക്കി. നന്നായിട്ട് മുറുക്കിന് ശേഷം അതിങ്ങനെ ട്രൈ ചെയ്തു. പെട്ടെന്ന് ആനച്ചേച്ചി ഒരു ടയേർഡ് എന്ന പോലെ കാല് രണ്ടും പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി, കാലെന്തെങ്കിലും ആടാ? ഇന്നലെയൊക്കെ ഒരുപാട് പണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ, ബാത്റൂമിലെ പണി, പിന്നെ അതിയാൻ വന്നിട്ട് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞിട്ട് രാത്രി പൊക്കിയെടുത്തുകൊണ്ടൊക്കെ വരികയായിരുന്നു. നടുവും കാലമൊക്കെ നല്ല കഴപ്പും വേദനയൊക്കെ ഉണ്ട്. എന്തോ എന്തെങ്കിലുമൊക്കെ തൈലോ എണ്ണയോ ഇട്ട് തടവണം, അല്ലാതെ രക്ഷയില്ല എൻ്റെ മോനെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം ചേച്ചിക്ക് അനുഭവം ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറയുമ്പോൾ അനുചേച്ചിയുടെ മുഖത്ത് ഒരു തേങ്ങയുടെയും വിഷമവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അനുചേച്ചിയുടെ ആ ഒരു ദയനീയ ഭാവം കണ്ട സമയത്ത് ഞാൻ തന്നെ അനുചേച്ചിയോട് പറഞ്ഞു, എന്നാ പിന്നെ ചേച്ചി ഞാൻ എന്തെങ്കിലും തൈലോ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടുതരാം, ഇവിടെ പിന്നെ ചികിത്സിക്കാനാണെങ്കിലും ആരുമില്ലല്ലോ. പിന്നെ കാലുവേദനയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പച്ചമരുന്നുണ്ട്, അത് കാലിൻ്റെ വെള്ളയ്ക്ക് ഇതിങ്ങനെ ജസ്റ്റ് അരച്ചിട്ട് അങ്ങനെ തേച്ച് പിടിപ്പിച്ചൊന്ന് കെട്ടിയാൽ മതി, അപ്പോൾ നല്ല ഫീൽ കാര്യങ്ങൾ കിട്ടും. പിന്നെ പച്ചമരുന്നായതുകൊണ്ട് തന്നെ ഒരു തണുപ്പും
പിന്നെ അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ പോകാൻ നല്ല എളുപ്പമാണ് എന്ന് ഞാൻ അനുചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് അനുചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഒന്ന് തടവി നോക്ക്, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പച്ചമരുന്നിൻ്റെ കാര്യം അന്വേഷിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിനക്കതും ബുദ്ധിമുട്ടല്ലേ. ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെ മേലെ പറഞ്ഞേക്കരുത്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല ചേച്ചി ട്രീറ്റ് ചെയ്യുന്നതിന്. ചേച്ചി അതിനനുസരിച്ച് ഒന്ന് നോക്കിയാൽ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഓരോ വിരലുകൾ കാലിൻ്റെ അത് മെല്ലെ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു. ചേച്ചിക്ക് അതിൻ്റെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പണ്ടെപ്പോഴോ എനിക്കൊരു വൈദ്യൻ്റെ അടുത്ത് പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കാല് നന്നായിട്ട് തിരുമ്മി തന്നിരുന്നു. ആ സമയത്ത് തന്നെ കാൽവേദനയും കാര്യങ്ങളൊക്കെ പമ്പ കിടന്നിരുന്നു. ആ സമയം ആനച്ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനൊരു ഡോക്ടറിനെ പോലാണ്. അതുകൊണ്ട് തന്നെ കാല് നന്നായിട്ടൊന്ന് ഉടച്ച് മസാജ് ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്തു. അപ്പം തന്നെ അനുചേച്ചിക്ക് ആ ഒരു വേദനയൊന്നും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കുറേ നേരം നിന്നതുകൊണ്ടല്ലേ. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പച്ചമരുന്ന് തന്നെ ചേച്ചി ശരണം, അതെന്തെങ്കിലും അരച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തന്നെ ഞാൻ അനുചേച്ചിയോട് പറഞ്ഞു. ഇപ്പം കുഴപ്പമില്ലടാ, ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെ നടക്കുന്നത് എന്ന് അനുചേച്ചി പറയുന്ന സമയത്ത്, എങ്കിൽ പിന്നെ ചേച്ചി ഞാനൊരു അരപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാം, അതൊരു ജസ്റ്റ് കിഴി പോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചൂട് പിടിപ്പിച്ച് നോക്കിയാലോ. എന്നാൽ പിന്നെ നീ നോക്കിക്കോ എന്ന് അനുചേച്ചി പറയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഓടി. അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പച്ചിലകളും പിന്നെ ചെറിയ ചെറിയ കൂട്ടുവിദ്യകളും ഒക്കെ വെച്ചിട്ട് ഒരു മരുന്ന് അമ്മ ഉണ്ടാക്കുമായിരുന്നു. അത് തന്നെയാണ് എൻ്റെയും ശ്രമം. അത് മറ്റൊന്നും കൊണ്ടല്ല, ആനച്ചേച്ചിക്ക് വേണ്ടി മാത്രമായത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തു കൊടുക്കാന്ന് വെച്ചത്. വേറെ ആർക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ചേച്ചി പിന്നെ എൻ്റെ ഫ്രണ്ടാണല്ലോ, ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ മനസ്സിലാലോചിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ ഞാനത് അരച്ച് പിടിഞ്ഞ് ആകെ ചേച്ചിക്ക് കാലിൽ നിന്നൊന്ന് കെട്ടിവെച്ച് കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് ചേച്ചി ഒന്ന് കണ്ണടച്ച് കിടന്ന് നോക്ക്, കുറച്ച് കഴിയുന്ന സമയത്ത് ഇത് മാറിക്കോളും എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ചേച്ചീൻ്റെ അടുത്ത് ഒരു കണ്ണടച്ചുകൊണ്ട് ചോദിച്ചു, ഇതിനകത്ത് നീ എന്തൊക്കെയാണ് വെച്ചേക്കുന്നത്, എന്തൊക്കെ കൂട്ടുവിദ്യകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അതൊന്നും ചേച്ചി അറിയണ്ട, ഇതൊക്കെ എൻ്റെ സീക്രട്ട് മാത്രമാണ്. പിന്നെ ചെറിയ ചെറിയ വൈദ്യുനുറുക വിദ്യകളൊക്കെ എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിച്ചോ. പെട്ടെന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു വിദ്വാൻ തന്നെ, നീ എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ മിണ്ടായിരുന്നു. നിനക്കെല്ലാം അറിയാം, മൊബൈലിൻ്റെ കാര്യങ്ങളറിയാം, പിന്നെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ അറിയാം, ഇപ്പം എന്താ വൈദ്യപ്പണികൾ വരെ അറിയാം. നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ പോരായിരുന്നു എൻ്റെ കുട്ടി, എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്കൊക്കെ മരുന്ന് നോക്കാൻ ഞാൻ കാശ് വാങ്ങിയത്തില്ലായിരുന്നു, ഇപ്പോൾ ചേച്ചി ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തന്നില്ലേ. ഞാനത് പറയുമ്പോൾ ചേച്ചിയുടെ മുഖം ഒന്ന് വാടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പെട്ടെന്ന് ചേച്ചിയോട് ചോദിച്ചു, എന്തെങ്ങനെ മുഖം വാടിയിരിക്കണേ. ഒന്നുമില്ല, നിനക്ക് കാശ് തരാത്തോണ്ടുള്ള ഒരു അതൃപ്തിയൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ തമാശ പോലെ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ പൊന്നോ, അങ്ങനെ ഞാൻ പറഞ്ഞതൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട. പിന്നെ കാശ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചനെ. പിന്നെ എല്ലാ ടൈമിലാണെന്നുണ്ടെങ്കിലും എല്ലാ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അരിപ്പടിപ്പിക്കാൻ പോയ സമയത്ത് അവൾ വെച്ചിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ആരും കാശ് വാങ്ങിച്ചില്ല. ചേച്ചിക്ക് ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്തു കൊടുത്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാത്ത കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ല. കാരണം ചില സമയത്ത് ചേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പം തന്നെ കിഴി കെട്ടിവെച്ച് കുറച്ച് സമയം എടുത്തു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എന്തൊക്കെയായാലും ഇനി ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് ഒന്ന് നോക്കാം. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ കിഴി അഴിച്ചു മാറ്റിയിട്ട് ഞാൻ കാലിൻ്റെ വിരലുകളിലും അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പർശിച്ച് നോക്കി. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ചേച്ചിക്കുണ്ടോ. ചേച്ചി അങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഇല്ലടാ, ഇപ്പം ഇച്ചിരി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, കുറവുണ്ട് നന്നായിട്ട്, പിന്നെ വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മുടെ മരുന്ന് ഏൽക്കുന്നുണ്ട്, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കെട്ടിവെച്ച് തന്നാൽ മതി. അപ്പോൾ തന്നെ ഞാൻ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ നീ വന്നൊന്ന് കെട്ടിവെച്ച് തരുമോ, എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, നീ എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയോട് തന്നെ പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തു തരാം, ചേച്ചി മര്യാദയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ചാൽ മതി
എന്ന് മാത്രം പറയുന്ന സമയത്ത് അനുചേച്ചി ഒരു കുട്ടിയെ പോലെ എല്ലാം കേട്ടിരുന്നു. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ആലോചിക്കണം, ഇതൊക്കെ ഞാൻ ചെയ്തു തരുന്നത് മറ്റാരുടെ പറയണ്ട, പിന്നെ അവർക്കും കൂടെ ഞാനിതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അനുചേച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അനുചേച്ചിയെ മെല്ലെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കൈത്താങ്ങില്ലാതെ അനുചേച്ചി എണീക്കാൻ പറ്റത്തില്ല. മെല്ലെ കൈ കൊടുത്തതിന് ശേഷം അനുചേച്ചിയെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. ആ ടൈമിലും നടുവിനും വേദനയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അനുചേച്ചിയോട് പറഞ്ഞു, മെല്ലെ എഴുന്നേറ്റാൽ മതി, എണീറ്റ് ചാണ്ട എന്ന് പറയുമ്പോൾ അനുചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഈ നടുവിനൊക്കെ എങ്ങനെ വേദന വന്നു? ഇന്നലെ എന്തെങ്കിലും കൂടുതൽ ചെയ്തായിരുന്നോ? അപ്പൊ തന്നെ അനുചേച്ചി മറുപടി പറഞ്ഞു, അത് ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പമ്പിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കില്ലേ, അവിടൊക്കെ ഇങ്ങനെ നിന്ന് അങ്ങനെ വേദന വന്നേടാ എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലായിരുന്നോ അവിടെ പോയിരിക്കാൻ മര്യാദയ്ക്ക്, അതുകൊണ്ടല്ലേ വേദന വന്നത് എന്ന് അനുചേച്ചിയോട് ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ അനുചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നിന്നോട് ചോദിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ഞാനത് കേട്ട സമയത്ത് തന്നെ പറഞ്ഞു, ചേച്ചി എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? മറ്റൊന്നുമല്ല, നീ ആശയുടെ അടുത്ത് പോയില്ലായിരുന്നോ? അപ്പോൾ അവൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എന്ത് ചോദിക്കാൻ ആശ ചേച്ചി? അല്ല, നിങ്ങൾ തമ്മിൽ നല്ല കമ്പനി ആയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെ പോയപ്പോഴേ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു. പെട്ടെന്ന് തന്നെ ഞാനത് ചോദ്യം കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഇടയ്ക്ക് ഇതേപോലെ അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ചേച്ചി. ഓ, നീ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുമോ അവർക്ക്? അല്ല, എന്തെങ്കിലും ബക്കറ്റൊക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത്. അത് ഒരു മനുഷ്യത്തിന്റെ ആ ഒരു കാര്യങ്ങളല്ലേ ചേച്ചി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ വേറെ എന്തുണ്ട് എന്ന് ആനി ചേച്ചി ചോദിക്കുന്ന സമയത്ത് ആനി ചേച്ചിക്ക് അതൊന്നും ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. പെട്ടെന്ന് ഞാൻ വിക്കിയത് കണ്ട് ആനി ചേച്ചിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാനൊരു മടിയായിരുന്നു. അങ്ങനെ ആനി ചേച്ചിയെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് പതുക്കെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് പോയി. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വയ്യാടാ എന്ന് പറയുമ്പോൾ ഞാൻ ആനി ചേച്ചിയോട് പറഞ്ഞു, റെസ്റ്റ് എടുക്കാതെയും കട്ടിലൊക്കെ ഞാൻ റെഡിയാക്കി തന്നില്ലേ, അപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യം നോക്ക്. പെട്ടെന്ന് തന്നെ ആനി ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ റെസ്റ്റോ? എൻ്റെ ലൈഫ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ കുട്ടാ, ഇങ്ങനെയൊക്കെ പോകാനേ പറ്റത്തുള്ളൂ, പിന്നെ ഇങ്ങനെ ലൈഫ് അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നതെന്ന് മാത്രം. ഞാൻ ആ നിമിഷം ആനി ചേച്ചി നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചിയാണെങ്കിൽ ഒരു ചെറുപ്പമാണ് കേട്ടോ, വെറുതെ ലൈഫ് ഇങ്ങനെ കൊണ്ട് കളയണ്ട, അത് മറക്കണ്ട കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആനി ചേച്ചിക്ക് ഒരു ഓഫർ കൊടുത്തു. ഒരു കാര്യം പറഞ്ഞോട്ടെ ആനി ചേച്ചി, ഞാൻ മറ്റേന്നാള് ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആനി ചേച്ചി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, പതുക്കെ അങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്, ഞാനത് ശരിയാക്കി തരാം എന്ന് ഞാൻ പറയുമ്പോൾ ആനി ചേച്ചി ഒരു ഞെട്ടലോടെ, ഇത്ര പെട്ടെന്ന് നീ പോവണോ? ഞാൻ ചേച്ചി നേരത്തെ ഇറങ്ങുക, ഇതാകുമ്പം ടിക്കറ്റിന്റെ പൈസയൊക്കെ കുറച്ച് ലാഭിക്കാം, പിന്നെ അവിടെ ചെല്ലേണ്ട കാര്യമുണ്ട്. പിന്നെ ആനി ചേച്ചിക്ക് ഞാൻ അവിടെ ഒരു റൂംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഹോസ്റ്റൽ റൂമാണ്. പിന്നെ അവിടേക്ക് വരുന്ന കാര്യം ആനി ചേച്ചിയുടെ കടമ്പയാണ്. ജോർജ് ചേട്ടനെ എന്താ പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോൾ ആനി ചേച്ചിക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടായിരുന്നു, എന്താണെന്നറിയാനുള്ള ഒരാകാംക്ഷയൊക്കെ. പക്ഷേ ജോർജ് ചേട്ടൻ്റെ കാര്യം അത് ആനി ചേച്ചി കടന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയായാലും ഒരു മാസമെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാലേ എല്ലാം കാണാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ കാര്യങ്ങളും ഒരു വ്യത്യസ്തം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ ആനി ചേച്ചിയോട് പറഞ്ഞു. ആനി ചേച്ചിയാണെങ്കിൽ അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ള ഒരാളാണ്. ഞാനത് പറയുന്ന സമയത്ത് ആനി ചേച്ചി ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഏതായാലും ഞാൻ ഇന്ന് ചോദിച്ചിട്ട് പറയടാ. പിന്നെ നീ ഏതായാലും ഞാനത് പറഞ്ഞു നോക്കട്ടെ. ഒരു ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ യുക്തി പോലെ വെറുതെ പണിയൊന്നും വാങ്ങിച്ചു കൂട്ടണ്ട, ആള് ഒരു കർക്കശക്കാരനാണ്, എനിക്ക് തോന്നിയതാണ്. നീ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ എന്ന് ആനി ചേച്ചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ഏതായാലും ചോദിച്ചിട്ട് പറയാട്ടോ എന്ന് ആനി ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇന്ന് വൈകിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം എന്താണെങ്കിലും. പിന്നെ ആനി ചേച്ചിക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്യാനുള്ളതാണ്. അങ്ങനെ പിന്നെ നമുക്ക് ആ സെറ്റാക്കിയിട്ട് പോവാം, അങ്ങനെയല്ലേ നല്ലത്? ഏതായാലും നീ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നാ ശരിയെന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ബാംഗ്ലൂരിലേക്കുള്ള തേരോട്ടമാണ് ആനി ചേച്ചിയുമായിട്ട്.
ഇനി ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കഥയിലെ ഇനിയുള്ള ഭാഗങ്ങൾ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ.